നമ്മൾ കല്ലടിക്കോട് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. തീർച്ചയായും വൈകുന്നേരത്താണ് ഈ സമയം 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 4 പെൺകുഞ്ഞുങ്ങളുടെ ജീവനാണ് ആ അപകടമെടുത്തത്. സിമന്റ് ലോറി, ടോറസ് ലോറി മറ്റൊരു വാഹനവുമായി ഇടിച്ച് മറിഞ്ഞ് ഈ സിമന്റ് മുഴുവൻ ഈ കുട്ടികളുടെ ദേഹത്തെ, വണ്ടി അടക്കം സിമന്റ് മുഴുവൻ ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീണാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. ഉന്നതതല യോഗം നാളെ ചേരുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ലതീഷ് ഇപ്പോൾ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ് ലതീഷ്, ഇപ്പോൾ ഏറ്റവും പുതിയതായി എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഹന്ന, കാവ്യ, നിലവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോറിയുടെ ഡ്രൈവർ അതേപോലെ തന്നെ ക്ലീനർ എന്നിവർ കസ്റ്റഡിയിലുണ്ട്, പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അവർ ചികിത്സ തേടിയിരുന്നു. നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അവരുള്ളത്. ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ അപകടം, എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നത് സംബന്ധിച്ച് ഇവരുടെ മൊഴി നിർണായകമാണ്. കാരണം ലോറിയുമായി അല്ലെങ്കിൽ സിമെൻറ്റുമായി വന്ന ലോറിയാണ് ഇത്തരത്തിൽ മറിയുകയും 4 പെൺകുട്ടികളുടെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ, കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞത്. ഒരു കുട്ടിക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ദൃക്സാക്ഷി മൊഴികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപകടം സംഭവിച്ച വാഹനം ഓടിച്ച ഡ്രൈവർ അതേപോലെ തന്നെ ക്ലീനർ ഇവരുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ച് അവർക്കാണ് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുക. അതുകൊണ്ട് ആ മൊഴി ഇനി എന്തായാലും അധികം വൈകാതെ തന്നെ പോലീസ് ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അമിത വേഗതയിലായിരുന്നു വാഹനം എന്ന് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. ഒപ്പം മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് ഈ ലോറി കുട്ടികൾക്കടിയിലേക്ക് വരികയും അത് മറിഞ്ഞ് കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തത്. കാരണം ലോറി മാത്രമല്ല, സിമൻറ്റ് കയറ്റിയ ലോറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭാരമായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിന്നത്. അത് JCB ഉൾപ്പെടെ എത്തിച്ചാണ് ഡ്രൈവറും ക്ലീനറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. അവർക്ക് ചെറിയ പരിക്കുകളുണ്ട്, അവർ ആശുപത്രിയിലാണുള്ളത്. അക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? കാര്യമായ പരുക്ക് ഇവർക്ക് ഇല്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇവരുടെ മൊഴി പോലീസ് ഇനി എടുക്കേണ്ടതുണ്ട്. ഇവർക്ക് മാത്രമാണ് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ എന്ത് നടന്നു എന്ന് സംബന്ധിച്ചൊരു വ്യക്തത നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി നിർണായകമാണ്. വൈകാതെ തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് പ്രാഥമികമായി ചില വിവരങ്ങൾ ഇവരിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും അപകടം നടന്നത് നിയന്ത്രണം വിട്ടാണ് ലോറി മറിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇടിയുടെ ആഘാതത്തിൽ കൂടിയാണ് നിയന്ത്രണം വിടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ലോറി അമിത വേഗതയിലായിരുന്നു, ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, റോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും രണ്ടുപേരും കാസർഗോഡ് സ്വദേശികളാണ് ഇവരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ അപകടം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ലതീഷ്.